നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിനിടെയാണ് പരിക്കേറ്റത്. ഇപ്പോഴും ആ ഒരു പരിക്കിൽ നിന്നും മുക്തനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഒരു പ്രൊട്ടക്ഷൻ ബൂട്ട് ധരിച്ചുകൊണ്ടാണ് ലയണൽ മെസ്സി നടക്കുന്നത്. മെസ്സി എന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അതേക്കുറിച്ചുള്ള ഒരു കൃത്യമായ വിവരങ്ങൾ നൽകാൻ അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ഇന്റർ മയാമി ഇതുവരെ തയ്യാറായിട്ടുമില്ല. അദ്ദേഹത്തിന്റെ സഹതാരമായ ജൂലിയൻ ഗ്രസൽ മെസ്സിയുടെ പരിക്കിനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. മെസ്സിയുടെ പരിക്കൊരൽപ്പം മോശമാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മെസ്സി എന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളത് തങ്ങൾക്കറിയില്ലെന്നും ഒരുപാട് കാലം പിടിക്കില്ല എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നുമാണ് ജൂലിയൻ ഗ്രസൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സിയുടെ പരിക്ക് ഒരൽപ്പം മോശമാണ്. അദ്ദേഹം നടക്കുന്ന രീതി കണ്ടാൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും. അദ്ദേഹം വേഗത്തിൽ മുക്തനാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ബൂട്ടുകൾ മെസ്സി ധരിച്ചിട്ടുള്ളത്. മെസ്സി എന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അത് ക്ലബ്ബ് മറച്ചു വെച്ചിരിക്കുകയാണ്. സഹതാരങ്ങൾക്ക് പോലും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയില്ല. 1-2 മാസം ഒന്നും പിടിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ മെസ്സി തിരിച്ചെത്തും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതാണ് മെസ്സിയുടെ സഹതാരമായ ജൂലിയൻ ഗ്രസൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി ലീഗ്സ് കപ്പ് മത്സരങ്ങളിലാണ് ഇന്റർ മയാമി കളിക്കുക. ആ മത്സരങ്ങളും ലയണൽ മെസ്സിക്ക് നഷ്ടമായേക്കും. മെസ്സിയുടെ പരിക്കിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ പലപ്പോഴും ഇന്റർ മയാമി തയ്യാറാവാറില്ല. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ അവർക്ക് ഏൽക്കേണ്ടി വരാറുമുണ്ട്. തങ്ങളുടെ ബിസിനസിനെ ബാധിക്കും എന്ന ഒരു ഭയം കൊണ്ടാണ് ഇന്റർ മയാമി പലപ്പോഴും ഈ ഒരു വിവരങ്ങൾ ആരാധകരിൽ നിന്നും മറച്ചു വെക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.